കോഴിക്കോട് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന. കെട്ടിട പരിപാലന ചട്ടം പാലിച്ചോ എന്ന് പരിശോധിക്കും. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. തീപിടുത്തത്തിൽ 75 കോടിയുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 3-ാം നിലയിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഗോഡൌണിൽ മാത്രം 50 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. തീപിടുത്തത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച കണ്ടാൽ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഈ അപകടം എല്ലാവർക്കും ഒരു പാഠമാകണമെന്നും മേയർ പറഞ്ഞു. പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തേക്കുണ്ട് ഇതിന്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. AC ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൊട്ടി അടയ്ക്കുകയാണ് AC ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഏത് തലത്തിൽ വീഴ്ചയുണ്ടായാലും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇനി ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഈ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായിരുന്നു. അതിനുള്ള പ്രാഥമിക പരിശോധനകൾ ഇന്ന് ഏതാനും മിനിറ്റ് സമയത്തിനകം തന്നെ ആരംഭിക്കും. സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എന്ന് പറഞ്ഞാൽ ഞാനത് പറയുന്നില്ല. എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അതിന് കാലതാമസമൊന്നും ഉണ്ടാകാതെ ചെയ്യണം എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീപിടുത്തത്തിൽ ഫയർ ഒക്കറൻസ് വകുപ്പ് പ്രകാരം കേസെടുത്ത് കോഴിക്കോട് കസബ പോലീസ്. വിവരങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത്. അനൽക, തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച വിശദമായ പരിശോധന നടക്കും എന്ന് ഇപ്പം മന്ത്രി അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. ഈ പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് പ്രാഥമികമായി വരുന്ന നിഗമനം? പ്രാഥമികമായി അവിടെ കണക്കാക്കപ്പെടുന്ന നഷ്ടം എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഇതുമായി ബന്ധപ്പെട്ട് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എനിക്ക് പിറകിൽ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന് മുകളിലാണ് ഈ ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയാണ് ഈ ടെക്സ്റ്റൈൽസിൻ്റെ ഇവിടെയാണ് കത്തി നശിച്ചിട്ടുള്ളത്. നമ്മൾ നേരെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എഴുതിയിട്ടുള്ള ഈ ഷോപ്പിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അടുത്ത് നിന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഫയർഫോഴ്സും ഇവിടെ ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലാണോ ഇവിടെ തീപിടുത്തം ഉണ്ടായതെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്നാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഈ ബിൽഡിങ്ങിലെ മുഴുവൻ ഷോപ്പുകളിലും ഈ ഉടമകൾക്കും അതായത് കട ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇവിടെയുള്ള കടകളൊന്നും തുറക്കരുത് എന്നൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൂൾബാറും അതോടൊപ്പം തന്നെ ഫാൻസി ഷോപ്പും അതോടൊപ്പം തന്നെ ലോട്ടറി കടകൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കടകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ ബ്ലോക്കിൽ ഒരു കട പോലും തുറക്കരുതെന്നാണ് പോലീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിലവിൽ 6.5 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ തീ അണക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതായത് രാവിലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പോലും ഈ ചെറിയ രീതിയിലുള്ള ഗന്ധം, അതായത് ഈ AC-യുടെയും ബാറ്ററിയുടെ അടക്കം ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് അത് വലിയൊരു ഗന്ധം ഇവിടെ രൂപപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ എനിക്ക് വലതുവശം ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇപ്പോഴും ചെറിയ രീതിയിലൊരു പുക ഈ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഒരു ഫയർ യൂണിറ്റാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിലവിൽ കോഴിക്കോട് കസബ പോലീസാണ് ഇത്തരത്തിൽ ഈ കേസെടുത്തിട്ടുള്ളത്. ഫയർ ഒക്കറൻസ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഏതെങ്കിലും തലത്തിലൊക്കെ തന്നെ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. എനിക്ക് മുകളിൽ കാണുന്ന ഈ വശം എന്ന് പറയുന്നത് നടപ്പാതയാണ്. അതായത് ഇത് ഈ തകര ഷീറ്റ് കൊണ്ട് മറച്ചതാണ്. ഇങ്ങനെ എല്ലാ 2 സൈഡിലും ഈ പരസ്യ ബോർഡുകളൊക്കെ തന്നെ ഉണ്ടായിട്ടും
ഇന്നലെ ഈ ഫയർഫോഴ്സിന് ഇത്തരത്തിൽ ഈ തീ അണക്കുന്നതിന് വലിയ രീതിയിൽ പ്രയാസം നേരിട്ടിരുന്നു. അതോടൊപ്പം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അനധികൃതമായിട്ട് നിർമ്മാണം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒത്താശയോട് കൂടിയിട്ടാണ് നടന്ന കാര്യങ്ങളിലൊക്കെ അത് അന്വേഷിച്ച് അല്ലെങ്കിൽ മറുപടി പറയാമെന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഉദ്യോഗസ്ഥർ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഈ നടപടി ഉണ്ടാകുമെന്ന കാര്യമാണ് ഈ മേയർ ബീന ഫിലിപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലെ ലോട്ടറി നടത്തുന്ന ഒരു അഖിലൻ ചേട്ടൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ പോലീസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയുള്ള നിർദ്ദേശം എന്താണ്? അല്ലല്ല അതൊന്നുമില്ല, ഇതിന് കുറച്ച് കളിച്ച് തുറന്നു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് തുറന്നു തന്നാൽ ലോട്ടറി ടിക്കറ്റ് ഇന്ന് നറുക്കെടുപ്പുള്ള ടിക്കറ്റൊക്കെ ഉള്ളിലുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്താൽ വിൽപ്പനയ്ക്ക്, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടം വരും. മഹാലക്ഷ്മി ലോട്ടറി ഏജൻസിയാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈലിൻ്റെ താളമുണ്ട്. ഇന്നലെ ചേട്ടൻ ഈ തീപിടുത്തുണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അതൊക്കെ എല്ലാം വേഗം അടയ്ക്കാൻ പറഞ്ഞു, അടച്ചു. മറ്റുള്ള ഷോപ്പിലെ ആൾക്കാർക്ക് അങ്ങനെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? അല്ല ഒന്നും കിട്ടില്ല. അതില്ല, ഇന്ന് തുറന്നു തരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കളക്ടർ പെർമിഷൻ വാങ്ങിയിട്ട് തുറന്നു തരാൻ പറഞ്ഞത്. ഇന്നലെ നമ്മുടെ വിൽപ്പനയിൽ 1ാം സമ്മാനം 1 കോടി അടിച്ചു ലോട്ടറിയിൽ. അതുതന്നെയാണ് ലക്ഷ്മി. അതായത് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് തിരക്കുള്ളൊരു പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ്. പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് തിരക്കുണ്ടായിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട് മിഠായിത്തെരുവും അതോടൊപ്പം തന്നെ ഒന്ന് കോഴിക്കോട് ഒഫീഷ്യൽ സ്റ്റാൻഡുമാണ്. അതായത് കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് പോലീസ് ഇടപെട്ടിട്ട് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ ഒഴിപ്പിക്കുന്നത്, ബസ് അടക്കം ഒഴിപ്പിക്കുന്നത്. അതായത് വലിയൊരു തിരക്കും കൂടി അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ അടുത്തുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതൊക്കെ കോർപ്പറേഷന് കീഴിലുള്ള കെട്ടിടമാണ്. ഇവിടെ തന്നെ ഹോൾസെയിൽ സ്ഥാപനങ്ങളാണ് കൂടുതലുമുള്ളത്. അതായത് ഇവിടെ വാഹന ഗതാഗത സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് സാധനങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് വാങ്ങി ബസ് വഴി ഗതാഗത സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇന്നലെ ബീന ഫിലിപ്പ് മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ കെട്ടിടത്തിൻ്റെ ഘടനയിലൊക്കെ തന്നെ ഒരു രൂപമായി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഘടനയിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. സ്വാഭാവികമായിട്ടും ഇന്നലെ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലടക്കം അതായത് റൂമുകൾ കൊട്ടിയടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതായത് AC വെക്കാനൊക്കെ അങ്ങനെ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ രൂപത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അതോടൊപ്പം തന്നെ ഈ ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ലഭ്യമാകാൻ ഈ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പരിമിതികൾ നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് 6.5 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഈ തീയണക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന ഒരു വശത്ത് പുരോഗമിക്കുന്ന സമയത്ത് തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പരിശോധന നടക്കുന്നുണ്ട്, കോർപ്പറേഷൻ്റെയും പരിശോധന നടക്കുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പോലീസ് ക്രൈംസിൽ പോലീസ് ഇതിവിടെ പുറത്തേക്ക് അല്ലെങ്കിൽ കടക്കുന്നതിനൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നിൽക്കുന്ന മാവൂർ സ്റ്റാൻഡ് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡിനകത്ത് ചെറിയ അനിൽ കസേതാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.